പ്രവാസി ID കാർഡ് അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാര്യം എന്ന് വെച്ചാൽ പ്രവാസി ID കാർഡിൽ പുതിയ അപ്ഡേഷൻസ് വരുത്തി ഇപ്പോൾ നമ്മുടെ സൈറ്റിൽ അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ സെൻറ്ററിൽ ഒരു കാർഡ് നമ്മൾ ചെയ്യുകയുണ്ടായി. അതിന് മുന്നേ നമ്മൾ പ്രവാസി ID കാർഡ് നിരവധി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ള രണ്ട് പദ്ധതികളാണ്. ഒന്ന് പ്രവാസി വെൽഫെയർ പെൻഷൻ പദ്ധതി, പിന്നെ അതുപോലെ തന്നെ ഈ നോർക്കായുടെ പ്രവാസി വെൽഫെയർ ID കാർഡ് അഥവാ പ്രവാസി സുരക്ഷാ കാർഡ്, അങ്ങനെ കുറേ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രവാസി വെൽഫെയർ പെൻഷൻ്റെ ഞാൻ വീഡിയോ അതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാസി വെൽഫെയർ കാർഡിൻ്റെ നേരത്തെ ഉള്ളതിൽ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി ഇപ്പോൾ നോർക്ക റൂട്ട്സ് ഈ കാർഡ് നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാർഡ് നേരത്തെ എടുത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ആ കാർഡ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും SG ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ ഇന്നലെ ചെയ്ത് തന്നെ ലൈവായിട്ട് തന്നെ ഞാൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മൊബൈലിലൂടെ ഇത് കഴിവതും ചെയ്യാതിരിക്കുക. മൊബൈലിലൂടെ എളുപ്പം ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും മൊബൈലിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നെറ്റ്വർക്ക് എററോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് കട്ടായി പോവുകയും പിന്നീട് അത് ഭയങ്കര പാടായിരിക്കും നിങ്ങൾക്ക് രണ്ടാമത് റിട്രൈവ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിവതും സിസ്റ്റത്തിലൂടെ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പ്രവാസി ID കാർഡും കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വിൻഡോയിലൂടെ നമ്മൾ ഗവൺമെൻറ്റും ഈ പ്രവാസികളെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവാസി ID കാർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രവാസി ID കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിരവധി ഗവൺമെൻറ്റിൻ്റെ ബെനിഫിറ്റുകൾ നമുക്ക് ഈ ID-യിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രവാസി ID കാർഡ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, ബാക്ക് പേജ്, ക്ലിയർ കോപ്പി, ഒരു ഫോട്ടോ, പിന്നെ നിങ്ങളുടെ ഒരു ഒപ്പ്, പിന്നെ വിസ, എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ വാലിഡായിട്ട് 6 മാസമെങ്കിലും ഉള്ള വിസയും വേണം. ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ കാർഡിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പോൾ ഈ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഈ കാർഡിൽ ലഭിക്കുന്നതാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നോർക്കായുടെ ഒരു നോർക്ക കെയർ എന്ന് പറഞ്ഞിട്ട് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം, റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ കയറി നോക്കുക. ഇപ്പോൾ നവംബർ 1 മുതൽ ഇപ്പം പുതിയ പദ്ധതി വരുന്നുണ്ട്. അപ്പം പ്രവാസികൾക്കും അവരുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് ആരോഗ്യ ഇൻഷുറൻസ്. അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ നോർക്കായുടെ ഈ കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ, ഇനി വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ ഇത് എടുത്തിട്ടില്ലാത്ത ആളുകൾ ഈ നോർക്ക ID കാർഡ് എത്രയും പെട്ടെന്ന് എടുക്കുക. നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുമായിട്ട് പോയി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്വന്തമായിട്ട് ചെയ്യാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർ മാത്രം അത് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോയെ, ഈ പറഞ്ഞ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് അതിനകത്തൊരു സൈസ് സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ആ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ സ്കാൻ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ സൈറ്റിൽ അപ്ഡേറ്റ് ആകില്ല. നിങ്ങളുടെ കാർഡ് വരുമ്പോൾ അത് വ്യത്യാസം അതിൽ കാണിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഗൂഗിളിൽ കയറി നമുക്ക് നോർക്ക റൂട്ട്സ് വഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഈ താഴെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്തായാലും ഈ 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പഴയ കാർഡ് അത് ആക്ടിവേറ്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയ കാർഡ് എടുത്തു വെക്കുകയോ ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പദ്ധതിയാണ് ഇപ്പോൾ ഈ നവംബർ 1 മുതൽ വരാൻ പോകുന്നത്. നോർക്ക കെയറിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ ഇൻഷുറൻസ്. ആ പദ്ധതിയിൽ നിർബന്ധമായിട്ടും ഈ കാർഡുള്ള ആളുകൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രത്യേക ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിലവിൽ വിസ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാർഡ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം നിങ്ങൾ പ്രവാസിയായിട്ട് ജോലി ചെയ്യുന്ന ആളും ആയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൂഗിളിൽ നോർക്ക റൂട്ട്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോർക്ക റൂട്ട്സോ അല്ലെങ്കിൽ താഴെ പ്രവാസി ID കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ താഴെ ഈ അപ്ലൈ നൗ എന്നുള്ളൊരു ബട്ടണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ
പുതുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഇത് പുതിയ ID ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. പിന്നുള്ള കോളത്തിൽ നമ്മുടെ ഒരു ഫോട്ടോ, പിന്നെ ഈ പറഞ്ഞ സൈന്, പാസ്പോർട്ട്, അത്രയും ഫസ്റ്റിലെ തന്നെ നമ്മൾ ആ പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ഉള്ള സ്ക്രീനിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രവാസി ID കാർഡിനാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രവാസി ID കാർഡ് കൊണ്ട് ഈ പറഞ്ഞതുപോലെ താഴെ അതിൻ്റെ സുരക്ഷാ ഇൻഷുറൻസ് എന്നും പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. അതിന് 660 രൂപ നമ്മൾ അഡീഷണൽ പേ ചെയ്യണം. തൽക്കാലം നമ്മൾ ഈ കാർഡിൻ്റെ സെലക്ട് ചെയ്യുക. അതിന് 408 അതേ കാണിക്കുന്ന റേറ്റ്. നേരത്തെ ഇത് 315 ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമ്മളത് സെലക്ട് ചെയ്ത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു 9 സ്റ്റേജ് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇത് സബ്മിറ്റ് ആകുന്നത്. അപ്പോൾ സബ്മിറ്റ് ആയതിന് ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്നുള്ള വിൻഡോയിൽ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് കാണിക്കും. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.